നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണൻ ഹെയർ കെയർ സെൻ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പേരെടുത്തെടുത്ത് പറയുന്നില്ലാന്നേ ഉള്ളൂ. എല്ലാവർക്കും കേട്ടോ. ഡെയിലി ഇപ്പോൾ ഓരോന്നും ഉപയോഗിക്കേണ്ട മാർഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്നോളൂ കേട്ടോ. പിന്നെ ആംല ജ്യൂസാണോ ആംല പൗഡറാണോ ഏറ്റവും ബെനിഫിഷ്യൽ എന്ന് ചോദിച്ചല്ലോ. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ആംല ജ്യൂസ് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം അല്ലേ. ഉണ്ടാക്കുമ്പോൾ അതിൽ വിറ്റാമിൻ സി ഉണ്ട്. ഓക്കെ. ആംല പൗഡർ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണക്കി പൊടിച്ചെടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ സത്ത് മുഴുവൻ ഉണ്ടാകും. മറ്റേത് നമ്മൾ പിശറ് കളയും, ജ്യൂസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ സത്തോടു കൂടി നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ അതിൽ വിറ്റാമിൻ എയും സിയും മഗ്നീഷ്യം ഒക്കെ കൂടുതലായിട്ട് കാണാം. പിന്നെ കൂടാതെ വിറ്റാമിൻ സി രണ്ടിലുണ്ട്. ഈ ജ്യൂസ് ആകുമ്പോൾ നമുക്ക് കൂടി വന്നാൽ 2-3 ദിവസം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാണെങ്കിൽ നമുക്ക് 6 മാസം 12 മാസമൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പിന്നെ യൂസ് ചെയ്യാനും പൗഡർ ആണെങ്കിൽ എളുപ്പമാണ്. ജ്യൂസ് ആണെങ്കിലോ നമ്മളതെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് അത് എടുക്കേണ്ടി വരും. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും നല്ലതാണ്. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, നമ്മളുടെ സൗകര്യം പോലെ കേട്ടോ. എണ്ണ കാച്ചുന്നതിനെ കുറിച്ച് ചോദിച്ചല്ലോ. എണ്ണ ഏത് വേണമെങ്കിലും എണ്ണ ആയിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. എണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചെമ്പരത്തി എണ്ണ ഉപയോഗിക്കാം, കരിവേപ്പില എണ്ണ ഉപയോഗിക്കാം, പിന്നെ ചെത്തിപ്പൂ ഇട്ട എണ്ണ ഉപയോഗിക്കാം, തുളസി ഇട്ട എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ പല കറ്റാർവാഴ ഇട്ട എണ്ണകൾ ഉപയോഗിക്കാം, പിന്നെ കയ്യുണ്ണി ഇട്ട എണ്ണ, അങ്ങനെ ഒരുപാട് എണ്ണകളുണ്ട് കേട്ടോ. എണ്ണകൾ ഏതും ആയിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അതിൽ പാകം ചെയ്യുന്ന വിധം ശ്രദ്ധിക്കേണ്ടി വരും. കൂടാതെ എണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുടി വളരണം എന്നില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് മുടിയിൽ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യം മുടി വളരാൻ ഏറ്റവും ഉദ്ദേശം എന്താണ്? സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാന്നാണ്. അപ്പോൾ ആ ഹെൽത്തി ആയ സ്കാൽപ്പിലാണ് നമുക്ക് മുടി ധാരാളമായിട്ട് വളരുള്ളൂ. അതുപോലെ സ്കാൽപ്പ് ഹെൽത്തി അല്ലെങ്കിൽ എന്ത് ഫോളിക്കിൾസ് വികസിക്കില്ല. ഫോളിക്കിൾസിൽ തടസ്സം ഉണ്ടെങ്കിലോ അതിൽ കൂടി ഹെയർ വരില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ഇതിനുള്ള ഇപ്പോൾ ഒരു വഴിയുടെ കാര്യം പറഞ്ഞല്ലോ. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം, കാടാണെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വഴി വെട്ടിത്തെളിച്ച് വേണം നമ്മൾ റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ അല്ലേ. അതുപോലെ തന്നെയാണ് മുടിയെ സംബന്ധിച്ച്. മുടിക്ക് വളരുവാനുള്ള സന്ദർഭം അതുപോലെ അത് നമ്മൾ ഒരുക്കി കൊടുക്കാം. സ്കാൽപ്പിനെ ശ്രദ്ധിക്കുക, ഫോളിക്കിൾസിനെ ശ്രദ്ധിക്കുക. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മുടി ധാരാളമായിട്ട് വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ടിപ്സും അതുപോലെ ഹെയർ മാസ്ക്, ഹെയർ പാക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ വേണ്ട എണ്ണ ഏതാണോ നമുക്ക് സൗകര്യം അത് തേക്കാം. എണ്ണ ഒരുപാട് അങ്ങോട്ട് തേച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ എപ്പോഴും തൊട്ടുപിടുത്താനേ പാടുള്ളൂ. പിന്നെ പല എണ്ണകൾ തേക്കുമ്പോൾ നീർപ്പിടുത്തമൊക്കെ ഉണ്ടാവും മിക്കവർക്കും കേട്ടോ. അത് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടൊക്കെ തേക്കുമ്പോൾ ഒരുപാട് എണ്ണ, അത് പാക്ക് ആണെങ്കിലും ശരി മാസ്ക് ആണെങ്കിലും ശരി കേട്ടോ, ഒരുപാട് എടുത്ത് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യരുത്. ആദ്യം നമ്മൾ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ അത് അല്പം ഒന്ന് കൂട്ടാം. അതുപോലെ ഇങ്ങനെ കൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോഡി അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. പെട്ടെന്ന് ഒരു ഇതിൽ നമ്മൾ കുറേ എടുത്ത് എണ്ണ പൊത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീർപ്പിടുത്തം ഉണ്ടാവാം, എണ്ണ പറ്റാതെ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം കയ്യിലെടുത്തിട്ട് ഒന്ന് തൊട്ടുപിടുത്താവും. അത് ആദ്യം ആയിക്കോട്ടെ, ഹെയറിലൊക്കെ തേച്ചോളൂ. അത് കഴിഞ്ഞിട്ട് സ്കാൽപ്പിൽ തേക്കുമ്പോൾ ഒന്ന് തൊട്ട് വെളുത്താവും. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതുപോലെ രാസനാദിപ്പൊടി നിറയെ തിരുമിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് എണ്ണയും നമുക്ക് നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ. അതുപോലെ നമ്മൾ ആദ്യം അതുപോലെ എന്തെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞല്ലോ. തൈറോയിഡിൻ്റെ പ്രശ്നം നമുക്ക് എന്തെങ്കിലും വിറ്റാമിൻ ഡിയുടെ കുറവ്, യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ ചൂട് ശരീരത്തിൽ, പിന്നെ പൈൽസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് നമ്മൾ പരിഹാരം ആദ്യം കാണാം. ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള പരിഹാരം കാണാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ തന്നെ കുറേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കറ്റാർവാഴ ജ്യൂസ് അത് നല്ലതാണ്.
ക്യാരറ്റ് ജ്യൂസ് നല്ലതാണ്, ബീറ്റ്റൂട്ട് ജ്യൂസ് നല്ലതാണ്, കുമ്പളങ്ങ ജ്യൂസ്, ഇതുപോലെ കുറേ ജ്യൂസുകളുണ്ട്. നമ്മൾ മാറി മാറി യൂസ് ചെയ്യുക കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഇതിന് വളരുന്നതിന് വേണ്ട ആ മാർഗം തെളിയിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഏത് എണ്ണ കാച്ചി മാറ്റി മാറ്റി തേച്ചാലും, ഞാൻ പറയാറുണ്ടല്ലോ, പരസ്യത്തിൽ കാണുന്ന എണ്ണ തേച്ചു വെറുതെ കാശ് പോയി എന്നൊക്കെ പറയും ആൾക്കാർ. പക്ഷെ അതിൻ്റെ എക്സാക്ട് ഫാക്ട് ഇതാണ് കേട്ടോ. നമ്മൾ കുറെ എണ്ണ തേച്ചുകൊണ്ട് മാത്രം മുടി വളരണമെന്നില്ല കേട്ടോ. നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഞാൻ എൻ്റെ ടിപ്സിൽ കൂടുതലായിട്ടും പാക്കും ജെല്ലും ഒക്കെ പറയാൻ കാരണം ഇതിന് വേണ്ട സ്കാൽപ്പ് എന്നെ ഹെൽത്തി ആക്കണം. സ്കാൽപ്പ് ഹെൽത്തി ആക്കിയാൽ ഫോളിക്കിൾസിലേക്ക് ഉള്ള വികസനം, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഫ്രഷ് ആയിട്ടിരിക്കാം സ്കാൽപ്പ് കേട്ടോ. താരനൊന്നും ഇല്ലാണ്ടിരിക്കാം. ഇപ്പൊ താരനുണ്ടെന്ന് വെച്ചോളൂ, നമ്മളെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പോണമെന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ശരിക്കും ഉള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടും അതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ. അപ്പൊ അല്ലാതെ എണ്ണ തേക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ശരിക്കും ഈ എണ്ണ എന്ന് പറയുന്നത്, നമ്മൾ എണ്ണ തലയിൽ തേക്കുന്നത് ഒരു ബാരിയറാണ്. എൻവയറമെന്റൽ പ്രശ്നങ്ങളിൽ നിന്നും മുടിയെ സംരക്ഷിക്കാനും സ്കാൽപ്പിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് എണ്ണ. പക്ഷെ അത് ഓവർ ആവാണെങ്കിൽ അതിലേറെ പ്രശ്നമുണ്ടാകും. കാരണം കൂടുതൽ പ്രശ്നം, അതായത് പൊടികൾ വന്ന് അടങ്ങിയിരിക്കും. അപ്പോൾ അത് ഫോളിക്കിൾസിൻ്റെ ഓപ്പൺ ചെയ്യുന്നതിന് തടസ്സമാകും. അപ്പോൾ എല്ലാം അതിനാണ് ഞാൻ പറയുന്നത്, തൊട്ട് പിടിച്ചാൽ മതി കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല, തൊട്ട് പിടുത്താം. പിന്നെ നമ്മളുടെ എണ്ണ ഉപയോഗിക്കാം. നമ്മുടെ ടിപ്സ് പാക്കിലൊക്കെ ഞാൻ ഓയിൽ ചേർക്കേണ്ട ചില ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. കാണാത്തവർ അത് കണ്ടു നോക്കൂ കേട്ടോ. ഒലിവ് ഓയിലാണെങ്കിലും ആവണക്കെണ്ണയാണെങ്കിലും പിന്നെ മറ്റുള്ള കടയെണ്ണയാണെങ്കിലും ഇതെല്ലാം ചേർക്കേണ്ട വിധം പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ ഈ മുരിങ്ങയിലയുടെ നീരെടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് നെറുകയിൽ തേച്ച് പിടിപ്പിക്കാൻ പറയും നീർക്കെട്ടുള്ളവർക്ക്. അപ്പൊ അതും നല്ലതാണ്. അപ്പോൾ മുടിയുടെ പരിചരണത്തിന് എണ്ണ മാത്രം മതിയാവില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. പിന്നെ വേറെ മെയിനായിട്ട് ഇപ്പൊ മുടി കൊഴിച്ചിൽ ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലോ. മുടി കൊഴിഞ്ഞു പോണു, മുടി പറഞ്ഞു പോണു എന്നൊക്കെ പറയുന്നവര് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മള് സോപ്പ്, ഷാമ്പു ഇതിന്റെ ഉപയോഗം നിർത്തണം കേട്ടോ. എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ഒരു മുടി സംരക്ഷണത്തിന് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ തലയിൽ ഉപയോഗിക്കുന്ന സോപ്പ് മാറ്റാം, ഷാമ്പു മാറ്റാം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിശയവും. സോപ്പും ഷാമ്പും ഇല്ലാതെ എങ്ങനെ മുടി നമുക്ക് കെയർ ചെയ്യാൻ പറ്റും? മുടിയുടെ അഴുക്ക് കളയണ്ടേ? പക്ഷെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫോളോ ചെയ്തവർക്ക് മനസ്സിലായി നമുക്ക് സോപ്പും ഷാമ്പും ഇല്ലാതെ മുടി നന്നായിട്ട് പരിചരിച്ച് പോകാൻ പറ്റും. നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം ഈ സോപ്പിലും ഷാമ്പൂലൊക്കെ പലതരം കെമിക്കൽസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ മുടി വളരാനായിട്ട് എന്തൊക്കെ ചെയ്തോ അതിനെല്ലാം സൈഡ് എഫക്റ്റ് ഈ ഈ ഷാമ്പൂയിലുള്ള സോപ്പിലുള്ള കെമിക്കൽസ് കൊണ്ട് നമുക്ക് തടസ്സമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാല്, പലർക്കും റിസൾട്ട് കിട്ടിയിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ, ചേച്ചി ആദ്യം ഇത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയമായി, ഇതെങ്ങനെ അഴുക്ക് കളയാം ഷാമ്പു ഇല്ലാതെ. പക്ഷെ ഞങ്ങളത് ചേച്ചി പറഞ്ഞ പോലെ യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിൻ്റെതായ മാറ്റം വന്നു. ഞങ്ങൾക്ക് ഉറപ്പായി ഇത് രണ്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതിന്റെ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പൊ നമ്മൾ പറയില്ലേ, വെള്ളടിക്കുന്നവരോട് വെള്ളടി നിർത്തും, അതുപോലെ ആദ്യം കേൾക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. അതുപോലെയാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, മുടി കൊഴിച്ചിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഫസ്റ്റ് പറയുന്നത് സോപ്പ് ഉപയോഗിക്കരുത്, ഷാമ്പു ഉപയോഗിക്കരുത്. അല്ലാതെ നമ്മുടെ ആയുർവേദ പൊടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി വെടുപ്പാകാം. ഞാൻ എൻ്റെ മുടിയിൽ സോപ്പോ ഷാമ്പുവോ ഒന്നും ഉപയോഗിക്കാറില്ല. ഈ ആയുർവേദ പൊടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. പകരം എന്താണ് ചെയ്യേണ്ടത്, സോപ്പിനും ഷാമ്പിനും പകരം എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് താളിയായിട്ടൊക്കെ ഉപയോഗിക്കാം. ഈ താളിയിൽ നെല്ലിക്കപ്പൊടി ചേർക്കാം. അപ്പൊ ഈ നെല്ലിക്കപ്പൊടി നമുക്ക് എന്നും എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി ചേർക്കുമ്പോൾ മുടിയിലുള്ള അഴുക്കുകളൊക്കെ മാറും. ഓവറായിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അതുപോലെ ജെല്ലുകൾ ഉപയോഗിച്ചാലും കേട്ടോ. അപ്പൊ ഈ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള സംഭവങ്ങൾ വേണ്ടാന്ന് വെക്കാം.
നമുക്ക് പിന്നെ വെജിറ്റബിൾസ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. അതെന്തൊക്കെയാണെന്ന് അതും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വിറ്റാമിൻ ഡി കുറവാണോ എന്ന് നോക്കാം. അത് കുറവാണെങ്കിൽ അതിന് പരിഹാരം കാണാം. അപ്പം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ടിപ്സും കാര്യങ്ങളുമാണ് കേട്ടോ കൂടുതലായിട്ടും പറഞ്ഞു തരുന്നത്. അപ്പം ആർക്കും എപ്പോഴും എങ്ങനെയും കിട്ടുന്ന പച്ചമരുന്നുകളായിരിക്കും. പിന്നെ അതുപോലെ ഒരു സമയം കിട്ടാത്തവർ കറ്റാർവാഴ ഇട്ടോളൂ. കുട്ടികൾ മുതൽ പാക്ക് തേക്കാം കേട്ടോ, അതിന് യാതൊരു പ്രശ്നമില്ല. കുട്ടികൾക്ക് പാക്ക് തേക്കുമ്പോൾ നമ്മൾ സമയം കുറച്ചായിട്ട് നിർത്താവൂ കേട്ടോ. ആദ്യം 5 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. പിന്നെ അവർക്ക് കറ്റാർവാഴയൊക്കെ ഉപയോഗിക്കാം. കറ്റാർവാഴ പ്ലസ് ഒലിവ് ഓയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നല്ല റിസൾട്ട് ഉണ്ട് എല്ലാവർക്കും കേട്ടോ. ഞാൻ പറയുന്ന എല്ലാം നല്ല റിസൾട്ട് ഉള്ളതാണ്. കാരണം 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഞാൻ പരീക്ഷിക്കുന്നതാണ് കേട്ടോ. ഞാൻ പരീക്ഷിച്ച് കാണിക്കുന്ന സംഭവങ്ങളാണ് നിങ്ങളിലേക്കും പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ അനുഭവമാണ്, സ്വന്തം അനുഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മളെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കിയൊക്കെ അതിൻ്റെതായ രീതിയിൽ പൊക്കോട്ടെ. മുടി കൊഴിയണമെന്ന് ആരും വിഷമിക്കില്ല. നമ്മളുടെ ഈ ഫാമിലിയിൽ പെട്ട് കഴിഞ്ഞാൽ ഒരാൾ പോലും മുടി കൊഴിയണു എന്നുള്ള ദുഃഖത്തിന് ഇടവരുത്താത്ത രീതിയിൽ വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 വർഷമായ മുടി കൊഴിച്ചിലുള്ളവർക്ക് ഇതുപോലെ ഒരാഴ്ച കൊണ്ട് മുടി കൊഴിച്ചിൽ കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം കേട്ടോ. അപ്പൊ നമ്മൾ ഡെയിലി മുടി വിടുത്തി പിന്നിട്ട് കിടക്കാം. വേണ്ട ജ്യൂസ് കഴിക്കാം. അതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം. ഒന്നിനും നേരമില്ലെങ്കിൽ കറ്റാർവാഴയെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മുടി ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ അതിന് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും നമുക്കതിനെ മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു ദിവസം 100 മുടി വരെ മൂരിപ്പോകും. അത് പൊക്കോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പോണത് പൊക്കോട്ടെ. പക്ഷെ നമുക്കതിന് പകരമായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും മുടികളൊക്കെ തിരിച്ചു വരും. ഹെയർ ഗ്രോത്തിന്റെ സൈക്ലിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില് 3 സ്റ്റേജസ് ആണെന്നും പറഞ്ഞു. തിരിച്ച് ഫസ്റ്റ് സ്റ്റേജിലേക്കും വരും. ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. റാപ്പിഡ് ഹെയർ ഗ്രോത്ത് എന്ന് പറയും. പെട്ടെന്ന് മുടി വളരണ പോലെ വരും. പിന്നെ സ്ലോ ഡൗൺ ആയിരിക്കും, മുടി വളരാത്ത സ്റ്റേജ് ആയിരിക്കും. പിന്നെ മുടി കൊഴിഞ്ഞു പോകുന്ന സ്റ്റേജ് ആയിരിക്കും. പിന്നെ വീണ്ടും ഹെയർ ഗ്രോത്ത് ആവും. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുടി എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാവും കേട്ടോ. എങ്ങനെയാണ് മുടി കൊഴിഞ്ഞു പോണത്, മുടി കൊഴിഞ്ഞു പോയാൽ മുടി വരുമോ, ഇതെല്ലാം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മൾ സമാധാനപ്പെട്ടിരിക്കുക. ഏത് തരത്തിലുള്ള ഹെയർ ഫോൾ ആണെങ്കിലും നമുക്ക് തടയാൻ പറ്റും. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.